2 ദിവസമായി കട്ടപ്പനയിൽ നടന്നു വന്നിരുന്ന CPI ഇടുക്കി ജില്ലാ സമ്മേളനം സമാപിച്ചു. സെക്രട്ടറിയായി 2ാം തവണയും KS സലിംകുമാറിനെ സമ്മേളനം തെരഞ്ഞെടുത്തു. 51 കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. മുതിർന്ന CPI നേതാവ് P. പളനിവേൽ അന്തരിച്ചതിനെ തുടർന്ന് ആഘോഷങ്ങൾ ഒഴിവാക്കിയായിരുന്നു ഇത്തവണ CPI ഇടുക്കി ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത്. ടൗൺ ഹാളിൽ കാനം രാജേന്ദ്രൻ നഗറിൽ 2 ദിവസമായി നടന്നുകൊണ്ടിരുന്ന സമ്മേളനത്തിന് സമാപനമായി. 51 അംഗ പുതിയ ജില്ലാ കമ്മിറ്റിയെയും സെക്രട്ടറിയായി വീണ്ടും K. സലിംകുമാറിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്ത കർഷകർക്കും തൊഴിലാളികൾക്കുമൊപ്പം നിന്ന് ഒറ്റക്കെട്ടായി പാർട്ടി മുന്നോട്ടു പോകുമെന്ന് K. സലിംകുമാർ പറഞ്ഞു. വീണ്ടും പാർട്ടിയുടെ ഉത്തരവാദിത്വം ഞാൻ ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും നമ്മുടെ ജില്ലയിലെ സാധാരണക്കാരൻ്റെയും കൃഷിക്കാരൻ്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി മുൻകൈയെടുക്കുന്ന നടപടികളുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനാണ് ആദ്യമായി മുൻതൂക്കം കൊടുക്കാൻ പോകുന്നത്. രണ്ടാമതായി 26 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചു വരുവാൻ, ശക്തി പകരുവാൻ, ഈ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടിയിട്ടുമാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. 2 ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ, CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP. രാജേന്ദ്രൻ, സത്യൻ മൊകേരി, PP. സുനീർ, KK. അഷറഫ്, KK. ശിവരാമൻ, ES. ബിജിമോൾ, VK. ധനപാൽ, ജയ മധു, കുസുമം സതീഷ്, MK. പ്രിയൻ, പ്രിൻസ് മാത്യു, CO. ജോയി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന.